ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഇലയട ആക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയെല്ലാം എടുത്ത് അപ്പോഴത്തേക്ക് ഇതാ മോള് വന്നിട്ടുണ്ട്. മോള് കളരിക്കോയിട്ട് വരുന്നതാണ്. ആ കളരിക്കോയി വന്ന് കോലൊന്ന് കാണുന്നത് മുഴുവൻ മണ്ണാന്ന് കേട്ടാ. അപ്പോൾ അവൾ കുളിക്കാൻ കയറി. ഞാനിത് ഇലയടേൻ്റെ അരിമാവെല്ലാം കുഴച്ച് വെക്കലാന്ന്. തേങ്ങയെല്ലാം നേരത്തെ ചിരവി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് വേഗം സെറ്റാക്കി ഗ്യാസിൽ വെച്ച്. അപ്പോഴത്തേക്കും മിന്നൂട്ടി കുളിച്ച് വന്നേ. അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളും ഞാനും കൂടി ഇലയടയെല്ലാം കഴിക്കാൻ നോക്കലാന്നേ. പിന്നെ ശ്രീജേഷേട്ടൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയും. അപ്പോൾ നമ്മൾ വെറുതെ വിശന്നിരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം കഴിക്കലാന്ന്. ചായ വന്നിട്ടാണ് വെക്കാമെന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ രണ്ടാളും കൂടി ഹൈദിയെല്ലാം കണ്ട് ഇലയടയെല്ലാം കഴിച്ച്. അപ്പോഴത്തേക്കും ഇതാ ശ്രീജേഷേട്ടൻ വന്നിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ഹെവും വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാളും ഒരുമിച്ച് എത്തിന്. അങ്ങനെ ഇതാ ഹെവ് വെല്ലച്ചനെ കണ്ട സന്തോഷത്തിൽ നിൽക്കലാന്ന്. പക്ഷെ എടുക്കാൻ വേണ്ടി കൈ നീട്ടിയിട്ട് പോകുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് വരാൻ വേണ്ടി കാര്യമല്ലാന്ന്. അങ്ങനെ ചായ കുടിയും രാത്രിയത്തെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് ഒരു 10:30 കഴിയുമ്പോൾ നമ്മൾ കാഞ്ചേരി കാവിലേക്ക് പോകലാന്നേ. അവിടെ താലപ്പൊലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടവും വലിയാന്ന്. ഇന്ന് പോയി തൊഴുത് വരാമെന്നെല്ലാം വിചാരിച്ചിട്ട് നാടകമെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കാഞ്ചേരി കാവിലെത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി ലൈറ്റെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. നാളെ തിരക്കുണ്ടാവും. നാളെയാണ് താലപ്പൊലി. ഇന്ന് കളവും വലിയാണ്. അങ്ങനെ വലിയൊരു തിരക്കില്ല. ഇതാ എൻട്രൻസ് ഇതാന്നേ. കാവിലേക്ക് നമ്മൾ കയറി തൊഴുത്. കാവിൻ്റെ മുറ്റത്തെല്ലാം ആൾ കുറവഞ്ഞിരുന്നു. നാടകത്തിനടുത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കളമ്പാട്ടെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ കളത്തിൽ പണമെല്ലാം വെച്ച് തൊഴുതിട്ട് പുറത്തിറങ്ങി കുറച്ച് സമയം അവിടെ ഇരുന്ന കാഴ്ചകളെല്ലാം കണ്ടേ. നമ്മളങ്ങനെ കാവിൻ്റെ അവതരിക്കൂടിയെല്ലാം കുറച്ച് സമയം നടന്ന് പുറത്തേക്കിറങ്ങി. ആ കാവിൻ്റെ സൈഡിലായിട്ട് ഫാമിലി ഗെയിംസ് ഉണ്ടായിന്. നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ബോൾ ഉരുട്ടിട്ട് 22 സമ്മാനമുണ്ട്. കപ്പ കിട്ടി ഗൈസ്. കടിക്കറ വന്നേ. കടിച്ചെന്നടി ടേസ്റ്റ് ഉണ്ടാ ചേട്ടാ? എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നതെല്ലാം നാടകത്തിൻ്റെ സൗണ്ട്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ്. ചാമ്പാട് താലപ്പൊലിയാന്ന് പറഞ്ഞിട്ട് ചാമ്പാടിയൊക്കെ നേരെ പോവാന്ന്. അങ്ങനെ നമ്മൾ ചാമ്പാടെത്തി. നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിന്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര തിരക്ക്. ഇത് നമ്മൾ കയറി വരുമ്പോഴുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിന്. വൈകി നമ്മൾ സൈഡിലുള്ള തെങ്ങും പറമ്പത്തേക്കൂടെ എല്ലാം കയറിയിട്ട് ഇത്രത്തോളം എത്തിയിട്ട് കാവിൽ കയറാണ്ട് പോകുന്നത് മോശമല്ലേ. നമ്മളങ്ങനെ ഇതെല്ലാം കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടിന്. DJ മ്യൂസിക്കെല്ലാം വെച്ച് ഭയങ്കര തുള്ളലും ഡാൻസെല്ലാം ഇരുന്നു. അതെല്ലാം കണ്ട് അങ്ങനെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടുത്തെ കലശെല്ലാം നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ. ഞാനിതുവരെ അങ്ങനത്തെ കലശം കണ്ടിട്ടുണ്ടായിട്ടില്ല. കലശങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് അപ്പുറത്തെ പറമ്പത്തേക്കൂടെ എല്ലാം കയറിയിട്ട് കാവിൻ്റെ അടുത്ത് എത്തി. നോക്കുമ്പോൾ കാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ട്. അതിന് മുന്നേയുള്ള റോഡിലാണ് നല്ല തിരക്കുണ്ടായിന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കാവിൽ കയറി തൊഴുതിറങ്ങിന്. വേഗം തന്നെ പിന്നെ മടങ്ങിയിട്ടുണ്ടായിന്. കാവിലേക്ക് പോകുമ്പോൾ തന്നെ മെനു ഗെയിം കണ്ടിന് കേട്ടോ. തിരിച്ചു വരുമ്പോൾ അതിലും കയറി. അപ്പോഴത്തേക്ക് ലേറ്റായി. നമുക്ക് വിശന്ന് ഒരു ബ്രെഡ് ഓംലെറ്റെല്ലാം കഴിച്ച് ഞങ്ങൾ മടങ്ങി.